നമസ്കാരം. മനുഷ്യരാശിയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് പുതിയ വേഗതയും ദിശാബോധവും നൽകിക്കൊണ്ട് നാസ തങ്ങളുടെ ഏറ്റവും പുതിയ ദൗത്യമായ ഇഗ്നിഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചന്ദ്രനിൽ ഒരു സ്ഥിരം മനുഷ്യ സാന്നിധ്യം ഉറപ്പാക്കുകയും അവിടെ നിന്ന് ചൊവ്വയിലേക്കുള്ള ദീർഘദൂര യാത്രകൾക്ക് അടിത്തറ ഇടുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2028ഓടെ ചന്ദ്രനിൽ സ്ഥിരമായ ഒരു ബേസ് ക്യാമ്പ് നിർമ്മിക്കാനും ആണവോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബഹിരാകാശ പേടകങ്ങൾ വഴി ചൊവ്വയിലേക്ക് ഗവേഷണങ്ങൾ വ്യാപിപ്പിക്കുവാനുമാണ് നാസ ഇപ്പോൾ പദ്ധതിയിടുന്നത്. അമേരിക്കൻ ബഹിരാകാശ നേതൃത്വം നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അസാധ്യമായ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് ഏജൻസി ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. 3 ഘട്ടങ്ങളിലായാണ് ചന്ദ്രനിലെ സ്ഥിരം ബേസ് ക്യാമ്പ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ആദ്യപടിയായി റോബോട്ടിക് ദൗത്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കും. 2027ഓടെ 30ഓളം റോബോട്ടിക് ലാൻഡറുകൾ ചന്ദ്രോപരിതലത്തിലെത്തിച്ച് ആവശ്യമായ ശാസ്ത്രീയ പരീക്ഷണങ്ങളും സാങ്കേതിക പരിശോധനകളും പൂർത്തിയാക്കാനാണ് നാസയുടെ തീരുമാനം. ചന്ദ്രനിലെ കഠിനമായ രാത്രികളെ അതിജീവിക്കാനും തടസ്സമില്ലാതെ ഊർജ്ജം ലഭ്യമാക്കാനും ചെറിയ ആണവ റിയാക്ടറുകളാകും ഉപയോഗിക്കുന്നത്. മുൻപ് വിഭാവനം ചെയ്തിരിക്കുന്ന ലൂണാർ ഗേറ്റ്വേ സ്റ്റേഷൻ്റെ ഭാഗങ്ങൾ മാറ്റി ചന്ദ്രനിലെ ബേസ് ക്യാമ്പ് നിർമ്മാണത്തിനായി ഉപയോഗിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. 2028ഓടെ സഞ്ചാരികളെ ചന്ദ്രനിൽ ഇറക്കി അവിടെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ലാൻഡിംഗ് നടത്താവുന്ന വിധത്തിൽ സുസ്ഥിരമായ സാന്നിധ്യം ഉറപ്പാക്കാൻ നാസ ഭരണാധികാരി ജേഡ് ഐസക്മാൻ ലക്ഷ്യമിടുന്നു. ചൊവ്വയിലേക്കുള്ള യാത്രയ്ക്കായി നാസ വികസിപ്പിച്ചെടുത്ത സ്പേസ് റിയാക്ടർ 1 ഫ്രീഡം എന്ന പേടകം ബഹിരാകാശ ഗവേഷണത്തിലെ വിപ്ലവകരമായ മാറ്റമായിരിക്കും. ആണവോർജ്ജം ഉപയോഗിച്ചുള്ള ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയാണ് ഈ പേടകത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് ചൊവ്വയിലേക്കുള്ള യാത്രാസമയം കുറയ്ക്കാനും കൂടുതൽ ഭാരം വഹിക്കാനും സഹായിക്കും. ചൊവ്വയിൽ മുൻപ് വിസ്മയം തീർത്ത ഇൻജുനിറ്റി ഡ്രോണിന് സമാനമായ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് ചൊവ്വയുടെ ഉപരിതലത്തിൽ കൂടുതൽ വിവരശേഖരണം നടത്താനും ഈ ദൗത്യം ലക്ഷ്യമിടുന്നു. വരും വർഷങ്ങളിൽ ബഹിരാകാശ രംഗത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാസങ്ങൾ കൊണ്ട് അളക്കാവുന്ന വേഗതയിലുള്ള പുരോഗതിയാണ് നാസ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി TV.